ഫ്രാൻസിസ് പാപ്പായ്ക്ക് അന്ത്യവിശ്രമത്തിന് ഇടമൊരുങ്ങുന്ന റോമിലെ മേരി മേജർ ബസിലിക്കയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പാപ്പ മരണപത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു ബസിലിക്കയിൽ വളരെ ലളിതമായി തന്നെ അടക്കം ചെയ്യണമെന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും നടക്കുക. ഇവിടെ എവിടെയാണ് തന്നെ അടക്കം ചെയ്യേണ്ടതെന്നും പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള രണ്ട് ചെറിയ അൾത്താരകൾക്ക് നടുവിലായിട്ടുള്ള ഒരു സ്ഥലമാണ് പാപ്പ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് അൾത്താരകൾക്ക് ചെറിയ കപ്പേലകളാണത്. ആ കപ്പേലകൾക്ക് നടുവിലായിട്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറച്ചുകൊണ്ടാണ്, ഒരു മരത്തിന്റെ ഒരു ചെറിയൊരു പെട്ടി പോലെ വെച്ച് അത് മറച്ചുകൊണ്ടാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റു ബഹളങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. പതിവ് പോലെ തീർത്ഥാടകരും വിശ്വാസികളും എല്ലാം ബസിലിക്കയിൽ കയറുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പാപ്പ ആഗ്രഹിച്ചതുപോലെ തന്നെ യാതൊരുവിധ വലിയ സന്നാഹങ്ങളൊന്നും ഇല്ലാതെയുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാളെ ബുധനാഴ്ച രാവിലെ മുതൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ പാപ്പായുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് നമുക്ക് എല്ലാവർക്കും, വിശ്വാസികൾക്ക് എല്ലാവർക്കും പാപ്പായെ കാണുവാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനും അവസരമുണ്ട്. തുടർന്ന് ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് കബറടക്ക ചടങ്ങുകൾ നടക്കുക. അത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ബസിലിക്കയുടെ അങ്കണത്തിലുമായിട്ടാണ് നടക്കുന്നത്. തുടർന്നായിരിക്കും ഇങ്ങോട്ട് പാപ്പായുടെ ഭൗതിക ശരീരം നിത്യവിശ്രമത്തിനായി കൊണ്ടുവരുന്നത്. തീർച്ചയായും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാവുന്നത് മാർപ്പാപ്പയുടെ പ്രിയപ്പെട്ട ആ പരിശുദ്ധ സാലൂസ് പോപ്പുലർ റൊമാനി മാത്രമല്ല, പാപ്പ എപ്പോഴും ആവശ്യപ്പെട്ടിരുന്ന സമാധാനത്തിന്റെ രാജ്ഞിയുടെ ഒരു രൂപം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ പാപ്പ ജീവിതകാലത്ത് നിന്നിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമാക്കാൻ അല്ലെങ്കിൽ എല്ലാവരുമായി പങ്കുവയ്ക്കാൻ ശ്രമിച്ച ആ സമാധാനത്തിന്റെ ആശയവും സമാധാനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും, കാരണം ഈ മാതാവിന്റെ, സമാധാനത്തിന്റെ റാണിയുടെ ആ പ്രതിമയ്ക്ക് മുൻപിലൂടെ മാത്രമേ നമുക്ക് പാപ്പായുടെ ചൗകുടത്തിലേക്ക് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ഏതൊരു വ്യക്തിയും അതുപോലെ തന്നെ പാപ്പ ആഗ്രഹിച്ചതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിക്കാതിരിക്കാൻ, അതിൽ കൂടെ കടന്നു പോകാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. മറ്റൊരു കാര്യം നമ്മൾക്ക് പ്രധാനമായിട്ടും ഉള്ളത്, ഈ ഒരു ദിവസങ്ങളിൽ പാപ്പയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പാപ്പ ആഗ്രഹിച്ചിരുന്നത് പോലെ നമ്മുടെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പാപ്പ എപ്പോഴും നമ്മൾ പറയാറുള്ള ആ വിശുദ്ധിയുടെ, ജീവിത വിശുദ്ധിയുടെ അടയാളങ്ങളായിട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. കാരണം പാപ്പ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് അതാണ്. എല്ലാവരും പറയുന്നു പാപ്പ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, പരിഷ്കരണങ്ങൾ വരുത്തി എന്നൊക്കെ. സത്യത്തിൽ പാപ്പ വരുത്തിയ ഏറ്റവും വലിയ പരിഷ്കരണം എന്ന് പറയുന്നത് നമ്മളെ സുവിശേഷത്തിലേക്ക് തിരികെ നടത്തി എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ക്രിസ്തീയതയുടെ വേരുകളിലേക്ക്, അതും നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും, ജാതിമത ഭേദമന്യേ എല്ലാവരെയും സഹോദരങ്ങളായി കാണാനും സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളുവാനും, അങ്ങനെ സ്നേഹത്തിന്റെ മാതൃക നൽകിയ ഈശോയുടെ ആ ഒരു അരുമ ശിഷ്യരായിട്ട്, സത്യസന്ധരായ ശിഷ്യരായിട്ട് ജീവിക്കുവാനും പാപ്പ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റുവാനും നമുക്ക് ശ്രമിക്കാം. തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയെ നഷ്ടപ്പെടുന്നത് നമുക്കൊരു വലിയ നഷ്ടമാണ്. അതേസമയം നമുക്ക് ഒരുതരം ആനന്ദം, ക്രിസ്തീയ ആനന്ദവും കാണാൻ സാധിക്കും. കാരണം ഒരു നല്ലിടയൻ എങ്ങനെ ആകണമെന്ന് കാണിച്ചു തന്ന പാപ്പ ഒരു നല്ല ക്രിസ്ത്യാനി എങ്ങനെ മരണത്തെ പുൽകണമെന്ന്, മരണത്തിനായി ഒരുങ്ങണമെന്നും നമ്മെ കാണിച്ചു തന്നു. തീർച്ചയായും ഈശോസഭാ വൈദികരുടെ ആത്മീയത അദ്ദേഹത്തിൽ പ്രകടമാണ്. അതേസമയം നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ജീവിത മാതൃക അദ്ദേഹത്തിൽ നിന്നും മാതൃകയാക്കാവുന്നതാണ്.